ഹലോ എല്ലാവർക്കും ഉമ്മി മോളെന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വള്ളി നാരങ്ങ ഈത്തപ്പഴ അച്ചാറാണേ. അത് വള്ളി നാരങ്ങ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അച്ചാറിട്ട് നോക്കേ, ഒരു കയ്പും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു കുക്കിംഗ് ടിപ്പാണേ. അപ്പോൾ അതേ ഞങ്ങൾ അച്ചാറിടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിയാണ്. ഡേറ്റ്സ് നമ്മൾ ലൈനിൻ്റെ ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അച്ചാറിന്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുക്കുക. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അച്ചാറിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടേ. ഉരുളിയിലാണ് കേട്ടോ നമ്മൾ സാധാരണ അച്ചാറിടാറുള്ളത്. അപ്പോൾ അതേ ഉരുളി വെച്ചു, പച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നാടൻ കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അച്ചാറിനെടുക്കുന്ന പൊടികൾ കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയെ ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ആ പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നാരങ്ങ ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഈത്തപ്പഴം ഒന്ന് ഇളക്കി പരുവാക്കിയിട്ട് മെയിൻ ഐറ്റം ശർക്കര ചേർത്ത് കൊടുക്കണേ. അതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വള്ളി നാരങ്ങ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി. എരി, പുളി, ഉപ്പ്, മധുരമൊക്കെയുള്ള നല്ല അടിപൊളി അച്ചാർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിനായിട്ട് മറക്കരുത് കേട്ടോ. ബൈ.